ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം ആൻഡ് മീ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടികളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് മത്തങ്ങ പച്ചടി. അതിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ, കാരണം മത്തങ്ങ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. പച്ചടി ഏറ്റവും എളുപ്പമാണ് ഉണ്ടാക്കാൻ അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം ഞാനിവിടെ 1 കപ്പ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള സ്ലൈസസിലാണ് മുറിച്ചിട്ടുള്ളത്, നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത് കേട്ടോ. 1/2 കപ്പ് വെള്ളം ചേർക്കുക. ലേശിയ വെള്ളം വേണ്ടു ഇതിന്, കാരണം വേഗം വെന്ത് കിട്ടുന്ന സംഭവമാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പുണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങയാണ്. ചിരവിയ തേങ്ങ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിതിൽ 3/4 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയില്ല ലേശം പുളിയില്ല തൈരും ചേർക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതാ കണ്ടല്ലോ, അരച്ചെടുത്തിട്ടുള്ള മിക്സ്ചറാണിത്. ഇത് നമുക്ക് മത്തങ്ങയിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും, അപ്പോൾ ഭയങ്കര സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കാം. ആദ്യം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് നന്നായിട്ട് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ടാകുമ്പോൾ 2 കുഞ്ഞു മുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഗുണ്ടുമുളക് എന്നെല്ലാം പറയൂലേ, അതാണിത് സംഭവം കേട്ടോ. അപ്പോൾ മറ്റേ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഒറ്റൊന്ന് ഇട്ടാൽ മതി. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ നമുക്കിത് പച്ചടീൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മളെ മത്തങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു കുഞ്ഞ് ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കിയത്. 2 പേർക്ക് മതിയാവുന്ന ക്വാണ്ടിറ്റിയാണിത്. അപ്പോൾ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥിരം പറയുന്നത് പോലെ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനിയൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.